അമ്മാവൻ്റെ അമ്മ മാധവിയമ്മ എന്ന വലിയമ്മ നാലപ്പാട്ടെ മറ്റു മുത്തശ്ശികളിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു. അവർക്ക് മറ്റുള്ളവരുടെ നിറമുണ്ടായിരുന്നില്ല. പക്ഷേ കരുത്തുള്ള ശരീരവും നിബിഡമായ തലമുടിയും അവർക്കുണ്ടായിരുന്നു. അവരുടെ തലമുടി ഒരു പാമ്പിൻ പത്തി പോലെ അവരുടെ ഇടതുഭാഗത്തേക്ക് ചരിച്ച് കെട്ടിവെച്ചിരുന്നു. അവരുടെ കഴുത്തിൽ സ്വർണം കെട്ടിയ തുളസിമാലയുണ്ടായിരുന്നു. വലിയമ്മ ചിരിച്ചു കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. അവർ തൻ്റെ മകനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിൽ വലിയ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം അക്കാലത്ത് പുരുഷന്മാരുടെ ലോകം ഉമ്മറവും കിഴക്കേ മുറ്റവും മാത്രമായിരുന്നു. സ്ത്രീകളുടെ വിശാലമായ ലോകത്തിൽ 2 കോലായകളും കിണറ്റിൻകരയും നെല്ലുകുത്തുപുരയും നടുമുറ്റവും എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമേ അമ്മാവൻ തെക്കിനിയിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. കൃത്യം 12 മണിക്ക് അമ്മാവന് ഭക്ഷണം തെക്കിനിയിൽ നിരത്തപ്പെടും. വെണ്ണ, തൈര്, 2 കൂട്ടാൻ, ഒരു മെഴുക്കുപുരട്ടി, പപ്പടം ഉപ്പിലിട്ടത്. അമ്മാവൻ ഇന്നും നാക്കിലയിലാണ് ഊണ് കഴിച്ചിരുന്നത്. മിക്ക ദിവസങ്ങളിലും അമ്മാവന് കൂട്ടിന് വല്ല അതിഥികളും ഉണ്ടായിരിക്കും. അന്ന് നാലപ്പാട്ട് വളരെ സ്വാഗതാർഹനായ ഒരു അതിഥി പ്രസിദ്ധ വൈയാകരണനായ കുട്ടിക്കൃഷ്ണ മാരാരായിരുന്നു. അദ്ദേഹവും അമ്മാവനും